ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ണി വാവ വ്ളോഗ്സ് എന്നുള്ള ഒരു ചാനലിൻ്റെ വീഡിയോ. അതിലുള്ള അവരുടെ ആ ഒരു പപ്പ സൂയിസൈഡ് ചെയ്ത് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം വേറൊരു ഇന്നിപ്പോൾ ഹോം പേജിൽ വന്ന് കിടക്കുന്നുണ്ട് വേറൊരു ചാനലിൽ അവരുടെ അമ്മനെ കൊണ്ടുവന്നിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കാരെയും പേഴ്സണലി ഡയറക്റ്റായിട്ട് ഒന്നും നമുക്കറിയില്ല. നമുക്കിങ്ങനെ ചാനലിൽ കൂടെ കണ്ടിട്ടുള്ള ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഇവരുടെ. ഈ ഒരു ഉണ്ണി വാവ വ്ളോഗ്സ് എന്ന ചാനലിനെ ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ ഹോം പേജിൽ വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ. അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലുമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ അമ്മനെ കൊണ്ടുവന്ന ചാനലിൽ തീർത്തും അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ അതിൽ പറയുന്നത്. പക്ഷെ നമുക്ക് ഏതാ സത്യം, ഏതാണ് ആര് പറയുന്നതാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്താ പറയുക ചിന്തിക്കുന്നത്, അത്യാവശ്യം റീച്ചുള്ള ചാനലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നോക്കും. പക്ഷേ അതിന് ഇപ്പം ഈ ഒരു ചാനൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മനെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു വാവ പൊന്നു വ്ളോഗ്സ് എന്നുള്ള ആ ഒരു ചാനലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? കാരണം വെച്ചാൽ അത് അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്. അവരന്ന് സൂയിസൈഡ് ചെയ്തപ്പോൾ അവരൊരു 16 ദിവസം കഴിയുന്നതിൻ്റെ മുൻപ് തന്നെ എന്താ പറയുക, സ്ക്രീനിൽ വന്നിരുന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അപ്പം അപ്പോഴേക്ക് അത് വേറൊരു ചാനലുകാർ അത് ഏറ്റെടുത്തിട്ട് അവരുടെ അമ്മനെ കൊണ്ടുവന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറും ഒരു റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഇത്രയും തരം താഴ്ന്നു പോകരുത്, പ്രത്യേകിച്ച് മീഡിയാസ്. കാരണം ഞാൻ ആ അമ്മ പറയുന്ന വീഡിയോസ് കംപ്ലീറ്റ് കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ താഴെ കമൻസ് ഉള്ളത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഈ മരുമകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എല്ലാവരും കമൻ്റ് ഇടുന്നത്. അപ്പം അതേ ടൈമിൽ തന്നെ ഇവരും ഒരു വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഇവർക്ക് എന്താ പറയുക, ഈ പൊന്നു വാവ വ്ളോഗ്സ് എന്നുള്ള ചാനലിന് സപ്പോർട്ടായിട്ടാണ് ആൾക്കാർ പറയുന്നത്. അപ്പം എന്താ പറയുക, ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഈ ഒരു ചാനൽ ചെയ്തതാണ് തീരെ ശരിയാത്തത്. നമ്മളെ എന്താ പറയുക, പേഴ്സണലായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടുകളും ഇല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടുവന്ന് പബ്ലിക്കിൽ കൊണ്ടുവന്ന് പറയാനും, ആ അമ്മ അവിടെ ഇരുന്ന് അങ്ങനെ എത്ര കാര്യങ്ങളാണ് പറഞ്ഞതെന്നറിയാം. അപ്പോൾ ആ പറയുന്നത് മൂലം ഇവരെ ഈ 2 പെൺകുട്ടികൾക്കും എത്രത്തോളം ഒരു എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാനൊക്കെ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊക്കെ എന്ത് സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ നമ്മളത് അനുഭവിച്ച് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോഴേ. അപ്പോൾ അവർ ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വേറൊരു ചാനൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, കുറച്ചൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണേണ്ടത് നമ്മളെപ്പോഴും ആ ഒരു വിഷമത്തോടെ തന്നെ ഇരിക്കുന്നതാണ് കാണേണ്ടത്. അതിന് റിക്കവർ ആകാൻ നമ്മളെ സമൂഹം അനുവദിക്കില്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് എന്താ പറയുക, നമുക്കത് ഓർമ്മിപ്പിച്ച് തരും. എല്ലാ ടൈമിലും നമുക്ക് ഓർമ്മിപ്പിച്ച് തരും. കാരണം എനിക്ക് എൻ്റെ മോനൊരു 4 മാസത്തിൽ, മൂന്നാമത്തെ ആൾ 4 മാസത്തിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചിരിക്കുമ്പോഴൊക്കെ അപ്പോൾ ഒരു വിഷമവും ഇല്ല എന്നാണ് തോന്നുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മളെ വിഷമം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് നമ്മളിങ്ങനെ പബ്ലിക്കിനോട് കാണിച്ച് നടക്കേണ്ട ഒരാവശ്യവും ഇല്ല നമുക്ക്. കാരണം നമ്മളത് മുന്നോട്ട് എന്താ പറയുക, അത് റിക്കവർ ചെയ്ത് പോയാലേ നമുക്ക് എന്താ പറയുക, നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇവരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവരെ 2 പെൺകുട്ടികളെ സ്റ്റഡീസും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവരെ ഇനി ഒരാളെ ഉത്തരവാദിത്വത്തിലാണ് നടക്കേണ്ടത്. അപ്പം എന്താ പറയുക, ഇവർക്ക് എന്തായാലും മെൻ്റലി ഉള്ളൊരു സപ്പോർട്ട് ഇവരെ ഹസ്ബൻഡ് ആളുടെ ഇതിന് കിട്ടൂല. അപ്പം എങ്ങനെയെങ്കിലും കുറച്ച് ധൈര്യത്തോട് കൂടിയിട്ട് അവർ മുന്നോട്ട് പോട്ടെ എന്നാണ് എല്ലാവരും വിചാരിക്കേണ്ടത്. അല്ലാതെ വേറൊരു എന്താ പറയുക, അവർക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കല്ല വേണ്ടത്. പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അവർ പ്രശ്നങ്ങളില്ലാത്ത ഹസ്ബൻഡും വൈഫൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ലോണം ജീവിക്കുന്ന ആൾക്കാർ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിലുണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും മറ്റുള്ളവരെ അറിയാം. അപ്പോൾ മറ്റുള്ളവരെ മൂന്നാമതൊരാളെ കണ്ണിൽ നോക്കുമ്പോൾ അവിടെ എപ്പോഴും അടി അങ്ങനെ ആയിരിക്കും പറയില്ല. പക്ഷേ അവർ ആ ഒരു 2-3 ദിവസത്തെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല കോംപ്രമൈസിങ്ങിൽ പോയിട്ടുണ്ടാവും. വീണ്ടും പഴയതുപോലെ നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ അവർ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ കാണുന്നവർക്ക് അങ്ങനെയാണ്. അതിപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണിച്ച് ജീവിച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്തായാലും. അപ്പോൾ എന്താ പറയുക, ഇനിയെങ്കിലും അവരെ വെറുതെ വിടാം കേട്ടോ. കാരണം വെച്ചാൽ അവരങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ. ഇതിപ്പോൾ 2 കൂട്ടരും കൂടി ഇങ്ങനെ എന്താ പറയുക, അത്യാവശ്യം ചളിവാരി എറിയലാവും. കാരണം 2 ആൾക്കും ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇനിയിപ്പോൾ അമ്മൻ്റെ സൈഡിൽ നിന്ന് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞാലും ഇവർ മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രണ്ട് സൈഡിലും കൂടി ആൾക്കാർ പറയുമ്പോൾ അവർ രണ്ട് കൂട്ടരും തന്നെയാണ് അവിടെ ഇങ്ങനെ മോശമായിട്ട് പോണത്. നമുക്ക് കാണുന്ന ആൾക്കാർക്ക് അതൊരു വീഡിയോ അത് വെച്ചുണ്ടാക്കുന്ന ചാനലിന് അത് കുറച്ച് റീച്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള കമൻസൊക്കെ താഴെ പറയാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.